ഹലോ, ഇന്ന് ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആൻഡ് റെഡ് കളറിലെ ഒറിഗാമി ഷീറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളറിൽ നിന്ന് 2 സർക്കിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് അതിൽ നിന്ന് കുറച്ചും കൂടി ചെറുതുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടുന്നത്. വലിയ പീസ് ഞാൻ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ പീസ് നമുക്കിതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ റെഡ് കളർ പേപ്പർ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് 2ആയിട്ട് മടക്കിയിട്ട് ഒരു കോൺ ഷേപ്പിൽ, അതായത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണമുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഭാഗം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കി എടുത്തിട്ട് ഈ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ തുമ്പത്തായിട്ട് സാധാരണ പോംപോം ബോൾസാണ് കാണുന്നത്, പക്ഷേ ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ആയതുകൊണ്ട് പേപ്പർ വെച്ച് തന്നെ അതിൻ്റെ തുമ്പും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്യാപ്പാണ് ആ റെഡ് കളർ കാണുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫേസൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പേപ്പർ, ഒരു റോസ് കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ ഈ ഒരു മീശയൊക്കെ പോലെയാണ് വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു സാന്റാക്ലോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പം കുഞ്ഞു മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ മൂക്ക് പോലെ തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്കെച്ച് പെന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു റൗണ്ട് ഷേപ്പിൽ. പക്ഷേ അതൊരു ബ്രൗൺ കളറായിപ്പോയി. ഒരു പിങ്കിലും വൈറ്റിലും വന്നപ്പോഴത്തേക്ക് ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാൻ കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റെഡ് പേപ്പർ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്, ആ മൂക്കിൻ്റെ അവിടെ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട. അപ്പോൾ ഇത് ക്രാഫ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ റെഡി ആയി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ. ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബാക്കിൽ കാണുന്ന സ്റ്റാർസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക്. എല്ലാവരും ട്രൈ ചെയ്യണേ.